എന്റെ കൂടെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് അവൻ പ്രൊജക്ട് ആയി 2 ദിവസം വിളി വന്നു. അതും എന്റെ അടുത്ത് ചോദിച്ച സെയിം സാധനം തന്നെ അവൻ്റെ അടുത്ത് ചോദിച്ചേ. ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വിസ കിട്ടി. ഫാമിലിയൊക്കെ ഡബിൾ ഹാപ്പി, എസ്പെഷ്യലി മമ്മി. ടെൻഷൻ എടുത്ത് ഇത്ര നാൾ ഉറങ്ങണ്ടായിരുന്നില്ല. എൻ്റെ പേര് ജി സെബസ്റ്റ്യൻ. ഞാൻ എറണാകുളത്ത് അങ്കമാലിയിൽ നിന്ന് വരുന്നു. 2024 ഒക്ടോബറിലാണ് ഞാൻ ബാച്ചിലേഴ്സിന് അപ്ലൈ ചെയ്തത്. പിന്നെ ഈ സെപ്റ്റംബറിലേക്ക് ഡേറ്റ് കിട്ടി. ആ ടൈമിൽ നോട്ടിഫിക്കേഷൻ്റെ ഒരു ഇഷ്യൂ വന്ന് റിജക്റ്റ് ആയി. പിന്നെ അങ്ങനെ എംപയറിൽ ഇതുപോലെ സംസാരിച്ച് നമുക്ക് ഇങ്ങോട്ട് നോക്കാമെന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് എത്തി. പിന്നെ ഇവിടെ നിന്നുള്ള എല്ലാവരും നമുക്ക് നല്ല ഹെൽപ്പായിരുന്നു. പിന്നെ ഇനിയിപ്പോൾ രണ്ടാമത്തെ വന്നപ്പോൾ ഞാൻ വിചാരിച്ച പോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ പിന്നെയും എമൗണ്ട് കൊടുത്ത് ഡേറ്റ് എടുക്കേണ്ട വരും എന്നുള്ളൊരു ഇതിലേക്ക് നിന്നായിരുന്നു. പിന്നെ ഇതുപോലെ തന്നെ ഏജൻസി എന്ന് പറഞ്ഞാൽ നമുക്കിങ്ങനെ ഡ്രോ സിസ്റ്റത്തിലും നമുക്ക് അപ്ലൈ ചെയ്ത് നോക്കാം, ചാൻസ് ഉണ്ടാവും കിട്ടാനുള്ള. അപ്പോൾ പിന്നെ അന്ന് അതുവഴി നോക്കാമെന്നുള്ളൊരു മൈൻഡിലേക്ക് വന്ന് അതോടെ ഇട്ടു. അപ്പൊ തന്നെ ഒരു 7 ഡേയ്സിനുള്ളിൽ ഡേറ്റ് കിട്ടി. ഈ പറഞ്ഞ പോലെ എക്സ്ട്രാ ഫണ്ട് ഒന്നും കൊടുക്കണമെന്നില്ല, 0 കോസ്റ്റ് തന്നെയായിരുന്നു. ഇന്റർവ്യൂവിന്റെ കേസാണെങ്കിലും കുറെയൊക്കെ മോക്ക് ഇന്റർവ്യൂ ആണെങ്കിലും എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഉള്ള മോക്ക് ഇന്റർവ്യൂസ് എല്ലാം ജസ്റ്റിൻ ചേച്ചി നല്ല വൃത്തിക്കെല്ലാം ചെയ്ത് തന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് പറഞ്ഞു തന്ന ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസ് തന്നെയാണ് അവിടെ ഇന്റർവ്യൂ ചോദിച്ചത്. അത് കാരണം അത് ഈസി ആയിരുന്നു. അക്കോമഡേഷൻ ആണെങ്കിലും ബാക്കി അടച്ചിട്ട് പിക്കപ്പ് ആണെങ്കിലും എല്ലാം എംപയർ ചെയ്ത് തന്നെ നമുക്ക് അതോടത്തുള്ള ടെൻഷൻസ് വേറെ ഒന്നുമില്ല. പുറത്തേക്ക് പോകാൻ നോക്കണ എല്ലാവർക്കാണെങ്കിലും ഞാൻ എംപയർ റെക്കമെൻഡ് ചെയ്യും.